ഇതാരാ സുബൈദയാ? ആ എന്തെല്ലാം മോളെ, സൗദിയിൽ എന്തൊക്കെ വിശേഷം? ഇന്നലല്ല വന്നിണ്. അമ്മക്കൊന്നും മിഠായി കിട്ടിയിട്ടില്ല കേട്ടാ. നീ സൗദി പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു നീ നാട്ടിൽ തന്നെ ഉണ്ട്. ആ പിന്നെ കഴിഞ്ഞ മാസം പോയല്ലേ, കുറച്ചും കൂടി നിന്നൂടേനോ? ഓവനെന്ത് പറയുന്നേ? ഞാൻ കണ്ടു നിങ്ങളെ ഫോട്ടോ ഒക്കെ പോയിട്ട്. സൗദിയിൽ എവിടെയാണ്? നമ്മളെല്ലാം കൂട്ടണേ. എന്തിനിങ്ങളിപ്പോൾ സൗദിയിൽ പോയിക്കണേ? ദുബായിലൊക്കെ പോയിക്കൂടെ? ഹാ തെറ്റി. നിങ്ങൾ ഉംറയൊക്കെ ചെയ്തിട്ട് വാ, നമ്മക്കൊക്കെ ദുആ എടുക്കട്ടാ. നിങ്ങളെ പിന്നെ ഇപ്പം ഇവിടെ വീട് പണിയൊക്കെ നിൽക്കണേ. ആ അടുത്ത മാസം ജൂൺ 19-നാണ് നമ്മളെ വീട്ടിൽ കൂടെ അല്ലേ. പിന്നെ കിണർ നിറക്കാൻ വെള്ളം കൊണ്ടുപോവാ. പിന്നെ സൗദിയിൽ നിന്ന് വരുമ്പോൾ സംസം വെള്ളം ഇത്രയുള്ള ക്യാനിൽ കൊണ്ടുവരാൻ പറയട്ടോ ഓനോട്. ഓൻ നമ്മളാളാ. പിന്നെ നമുക്ക് കുറച്ച് ഷേവിങ് സെറ്റൊക്കെ വാങ്ങാൻ പറയും. പിന്നെ എൻ്റെ ഓക്ക് മേക്കപ്പ് സെറ്റ് മതി എന്നാ പറഞ്ഞേ, അത് കൊണ്ടുപോവാ. പിന്നെ എനിക്കൊരു ടീഷർട്ടും ലുങ്കിയും, അത് മസ്റ്റാ. പിന്നെ ഓക്കൊരു ചൂരിദാർ, അതും മസ്റ്റാ. പിന്നെ നമ്മളെ വീട്ടിൽ കൂടുതൽ നിന്നിട്ട് പോയാൽ മതി. എന്തിനാ സൗദിയിലൊക്കെ നിൽക്കണേ? നാട്ടിലേക്ക് വന്നൂടെ? നമ്മളൊക്കെ ഉംറക്ക് കൂട്ടണം കേട്ടാ. ആടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുബൈദ ആടെന്തൊക്കെയുണ്ട് വിശേഷം? ഓനെന്ത് പറയുന്നേ? പിന്നെ എൻ്റെ ഞാൻ അന്വേഷണം പറഞ്ഞേ കേട്ടാ. അബ്ദുള്ള കാക്ക അന്വേഷണം പറഞ്ഞേ കേട്ടനാ. ഓന് നമ്മളാളാ. എന്നെ കണ്ടാലും എന്നോട് സംസാരിക്കും. പിന്നെ സംസാരം തുടങ്ങിയാലോ നിർത്തുകയും ചെയ്യൂല. ഓനോട് അന്വേഷണം പറഞ്ഞേട്ടാ, നമ്മളാളാ. ആ അയ്യോ ഇയാൾ തുടങ്ങിയല്ല സംസാരം. എൻ്റെ കാക്കയല്ല സംസാരം തുടങ്ങി, നീയാളാണ്. ആ കാക്ക, ആ നല്ല ഇന്നെ. ആ നിങ്ങൾക്ക് മേക്കപ്പ് സെറ്റും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഷേവിങ് സെറ്റും കൊണ്ടുവരുന്നുണ്ട്. ആ ഒന്നും കുറക്കണ്ട. ടീഷർട്ടും ലുങ്കിയും അത് മസ്റ്റല്ലേ, അതും കൊണ്ടുവരാം. ആ സൗദിയിൽ നല്ല തന്നെ. നിങ്ങൾക്കൊക്കെ ദുഃഖാർക്കാൻ പറയാട്ടാ. ആ ഞാൻ എൻ്റെ കാക്കുവിനോട് അന്വേഷണം പറഞ്ഞേട്ടാ. ആ പറഞ്ഞേക്കാം അന്വേഷണം കേട്ടോ അവനോടല്ലോ. ഇപ്പം വീട്ടിൽ പണി നടക്കലല്ലേ, വീട്ടിനാണെങ്കിൽ ഒരു സൗകര്യം തരുന്നില്ല. മക്കളൊക്കെ ഇല്ലല്ലേ. ആ ഓനയുടെ അന്വേഷണം പറഞ്ഞേക്ക്. എന്നിട്ട് എൻ്റെ പുതിയ എണ്ണക്കില്ലേ മേക്കപ്പ് സെറ്റൊക്കെ കൊണ്ടുവന്നോടി. പിന്നെ സൗദിയിൽ നല്ല എണ്ണല്ലേ, ഓനോട് പറഞ്ഞേക്ക് ഒന്ന് ദ്വാരക്കാനും കൂടി കേട്ടനാ. എന്നാൽ ഞാൻ പറഞ്ഞ് ഇതാക്കണില്ല. എന്നാൽ ഞാൻ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സുബൈദ മോള് പൊക്കോ. ഹേ ബംഗാളി, ഗിവ് മീ സം വാട്ടർ. അയ്യോ ആ വരുമ്പോൾ സംസമും കൂടി കൊണ്ടുവരണ പറഞ്ഞേട്ടാ. മോളെ ഇതൊരു സാധനം, ഒരു കറുത്ത സാധനം നമ്മളൊന്നും കണ്ടില്ലല്ലോ. എൻ്റെ പുതിയ എണ്ണയ്ക്ക് അത് സംശയമുണ്ട്. പുതിയ എണ്ണയ്ക്കൊന്ന് ഇടാൻ കൊടുക്കുമോ? അല്ല ദുബായിൽ നിന്ന് വരുമ്പോൾ, അല്ല സോറി സൗദിയിൽ നിന്ന് വരുമ്പോൾ ഓനോട് അത് കൊണ്ടുവരാൻ പറഞ്ഞേക്ക്. പുതിയ എണ്ണയ്ക്ക് ഇടാനൊരു ഇതേ. പിന്നെ നമ്മൾ വീട്ടിൽ കൂടെ കഴിഞ്ഞാൽ മൂത്ത മോളെ കല്യാണം കഴിക്കുന്നുണ്ട്. ഹിസ്സൻ്റെ കല്യാണം. മൂത്ത മോളാ, 4 പെൺമക്കളാ. ആൺകുട്ടി ഒന്നുപോലും ഇല്ല. അതുകൊണ്ടേ വീട്ടു പണി എടുക്കുമ്പോൾ കുക്കിങ്ങിനൊക്കെ അവർ ബെസ്റ്റാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവരെ കൂട്ടൂല. അതുകൊണ്ട് 5-6 ബംഗാളികളെ കൊണ്ടുവന്നിക്കണ്. പിന്നെ ആമക്കളായാലും ഇങ്ങനെയൊന്നും വേണ്ട. ഇതങ്ങ് എടുക്കുക മോനിത് പറഞ്ഞ അതങ്ങ് എടുത്തിട്ട് പോകും. പിന്നെ പെമ്മക്കൾ കുറച്ച് കുറക്കണ്ട, അവർ കുക്കിങ്ങിന് ബെസ്റ്റാ. പിന്നെ വീട്ടുവാരൽ അടിച്ചുവാരലൊക്കെ അവർ ബെസ്റ്റാ. അലക്കുന്നതിന് മൂത്ത മോളെ ബെസ്റ്റ്. പക്ഷെ എന്താ, കല്യാണം കഴിഞ്ഞ് പോകുന്നതല്ലേ, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആടെ നല്ല പറയിപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത്. ആ മോളെ പറഞ്ഞേക്കേട്ടാ,
ഓനോട് അന്വേഷണം പറഞ്ഞേക്ക്. ആ എന്താ കാക്ക? ആ ഇത് നക്കാബ്. സൗദിയിലെ പെണ്ണുങ്ങൾ ഇടുന്ന മുഖം മറക്കാൻ ഉപയോഗിക്കും. പിന്നെ നിങ്ങളെ പുതിയ എണ്ണക്ക് ഇതിട്ടോ ശ്വാസം വിട്ട് ചത്തു. ആ ഇതിട്ടിട്ട് പ്രാക്ടീസ് ഇല്ലാല. ആ ഓ ഇയാൾ സംസാരത്തൊടിച്ചപ്പറ്റി സംസാരത്തിൻ്റെ ആണ്ടല്ലോ. ആ കാക്ക പോയിക്കോടി. ആ എനിക്കും 3 പെൺമക്കളാ, ഒരാണാ. ആ ഇപ്പോൾ പെൺമക്കളോട് നല്ല ഇതാണ്. നിങ്ങൾക്ക് 4 എണ്ണല്ലേ, എനിക്ക് 3 പെണ്ണും 1 ആണും ഉള്ളത്. ആ ഞാൻ ഓനോട് അന്വേഷണം പറഞ്ഞേക്കുണ്ടാ. എന്നാൽ ഞാൻ പോട്ടെ, വീട്ടിൽ ഒരായിരം പണികളുണ്ട്, അതുകൊണ്ട് ഞാൻ പൊയ്ക്കണ് കാക്ക. എന്ത് കാക്കാവോ? അതെന്ത് സാധനം? ആദ്യമായിട്ട് കേൾക്കണോ ചോദിക്കണ? അതെന്ത് സാധനം? ആ അങ്ങനെ പോയാൽ ശരിയാവില്ല. വീട്ടിലൊരു പണിയും ഉണ്ടായില്ല, 3 പെൺമക്കളല്ലേ, പറഞ്ഞ കേൾക്കോളും. നിങ്ങൾ അവളെ വിളിച്ച് ഫോൺ വിളിക്കും, അമ്മക്ക് കുറച്ച് വീട്ടിൽ നിന്ന് സംസാരിക്കാം. ഓനോട് പറഞ്ഞേക്ക്, ഓനുണ്ടെങ്കിൽ ഉഷാറായേനെ. സംസാരം തുടങ്ങിയാൽ നിർത്തൂല. ആ സംസാരം തുടങ്ങിയാൽ പിന്നെ ഓന് നിർത്തുകയും ചെയ്യൂല. ഓനോട് നിർത്താൻ പറഞ്ഞാലേ നിർത്തൂ. പിന്നെ ആ എൻ്റെ പുതിയണ്ണ കാപ്പിട്ട ചത്തും. എൻ്റെ പുതിയണ്ണക്ക് അത് കൊടുക്കണ്ട. എൻ്റെ പുതിയണ്ണേ എൻ്റെ കൂടെ 10 വർഷം നിൽക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അയ്യോ പിന്നെ അവനോടും കൂടി അന്വേഷണം പറഞ്ഞേക്ക്. അങ്ങനെ പോയ വിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ എന്താ സുബൈദ കഴിച്ചിക്കണ്? പെൺമക്കൾ എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടാ? ഒരാണല്ലേ ഉള്ളൂ, അമ്മക്ക് അതുപോലില്ല. പിന്നെ ഞാനാ സാധനം വാങ്ങാനെല്ലാം പോക്ക്. നിങ്ങൾക്ക് പിന്നെ സാധനം വാങ്ങേണ്ട പ്രശ്നമൊന്നുമില്ലല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. എൻ്റെ വീട്ടിലാണെങ്കിലോ സാധനം വാങ്ങേണ്ട ദേഷ്യമുണ്ട്, അതുകൊണ്ട് അങ്ങനെ വിട്ടാൽ പറ്റൂല. ആ പിന്നെ സുബൈദ, എൻ്റെ 3 പെൺമക്കൾ 4 പെൺമക്കളാണ്. ഒന്നിൻ്റെ പേര് ഹിഫ്സ, ഒന്നിൻ്റെ പേര് ഹൈഫ, ഒന്നിൻ്റെ പേര് ബത്തുൽ, ഒന്നിൻ്റെ പേര് നഹ്ല. അങ്ങനെ 4 പെൺമക്കളാ എനിക്ക്. നിന്റെ പെൺമക്കളുടെ പേരെന്താ ഒന്ന് അറിയാട്ടെ. പിന്നെ മറ്റേ ആൺകുട്ടീൻ്റെ പേരും കൂടി ഒന്ന് പറഞ്ഞടി, നമുക്കൊന്ന് അറിയാല. നമ്മളോടൊരു വിശേഷം പറയാറാ. ഇങ്ങളെന്നാ ഭായം പൊളിച്ച് നിൽക്കണേ? അനക്കാ പോന്ന് ഇതാക്ക് മോളെ, ഒരു കാണാൻ മൊഞ്ചില്ല. ഇങ്ങനെ നിന്ന് ഞെക്കാപ്പിട്ടിട്ട് പണ്ട് പാത്തൂട്ടിയെ നടന്ന മോളല്ലേ നീ. പിന്നെന്ത് ഇപ്പം ഗൾഫിൽ പോയപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങിട്ടിട്ട് വരും. വളരെ നെക്കാബ് അവൾക്ക് ഊരിയൊരു തട്ടം, അതാണ് ബെസ്റ്റ്. നമ്മളെ പുതിയത് ഇട്ടിട്ടില്ലേ തട്ടം, അതാണ് ബെസ്റ്റ്. പിന്നെ ഹിഫ്സിൻ്റെ കല്യാണം എന്തായാലും ഉണ്ടാട്ടോ, ഈ മാസം 19-ന്, ജൂൺ 19-നാണ്. എന്തായാലും വന്ന് കാണാം കേട്ടോ. സെക്കൻഡ് അങ്ങ് അമേരിക്കയിലാ. ആ നല്ല ഹൈടെക് കാറും ബസ്സും. പിന്നെന്തായിരുന്നു ബണ്ടം ബബ്ലിയു എന്ന് പറഞ്ഞ കാറുണ്ട് അവരുടെ അടുത്ത്. ബണ്ടം ബബ്ലിയു, പിന്നെ തസ്ലിം. ആ ഒരു പെൺകാറാണ് തോന്നുന്നു, തസ്ല എന്നാണ് പേര്. നിന്റെ പുതിയണ്ണക്ക് എത്ര കാറാ ഉള്ളത്? നിനക്ക് ഡ്രൈവിങ് അറിയാണ്ട് അടിപൊളിയായിരിക്കും. പിന്നെ പെൺമക്കളെ 3 എണ്ണത്തിനും പഠിപ്പിച്ച് വിടുന്നില്ലേ? എപ്പോൾ കല്യാണം? ആ ഇവർക്ക് ഒന്നല്ല അറിയണ്ടേ. ആ ഞാൻ 3 പെൺമക്കളാ. ഒന്നിൻ്റെ കല്യാണം ഈ പ്രാവശ്യം തന്നെ നടത്തണം. പിന്നെ ചെക്കൻ്റെ കല്യാണം ആയിട്ടില്ല, 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 19 വയസ്സല്ല ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ചെക്കന്മാരിൽ അങ്ങനെ വേഗമൊന്നും കല്യാണം കഴിക്കുന്നില്ല. ആ എന്നാൽ ഞാൻ പൊയ്ക്കണേ, വീട്ടിൽ കുറേ പണിയുണ്ട്. എന്നാൽ ഞാൻ കാക്കനോട് അന്വേഷണം പറഞ്ഞിട്ട് പൊയ്ക്കണേ. പിന്നെ ഒരു ദിവസം കുട്ടികളായിട്ടെല്ലാം വരാം. ആ അങ്ങനെ വിട്ടാൽ ശരിയല്ലല്ലോ. എന്തായാലും പെണ്ണിൻ്റെ കല്യാണം ഈ പ്രാവശ്യം തന്നെ ആക്കിക്കോ. നമ്മക്കല്ല കല്യാണം കൂടാല. എന്നാൽ കല്യാണത്തിന് നമ്മളെ വിളിക്കണേ, നമ്മളൊന്നും മറന്നു പോകണ്ട കല്യാണത്തിന്. പിന്നെ എൻ്റെ പുതിയണ്ണ ഒരുങ്ങിയിട്ട് വരും. എന്നാൽ മോള് പൊക്കോട്ടാ.
മോള് പോയിട്ട് ചായലും കുടിച്ചിട്ട് ബാ. മൂത്തന്റെ കല്യാണം എന്തിനാക്കണം? മൂത്തതല്ലേ ആള്. പേരെന്താ മൂത്തേന്റെ? ഒന്ന് വരണ്ടിട്ടാ. ഇയാൾക്ക് എന്തൊക്കെ അറിയാണ്ട്. മൂത്ത പെണ്ണിന്റെ പേര് ആയിഷ, രണ്ടാമത്തെ പെണ്ണിന്റെ പേര് സ്വാലിഹ, മൂന്നാമത്തേന്റെ പേര് ജന്ന, ചെക്കൻ്റെ പേര് മുഹമ്മദ് അലി. എന്ന് ഞാൻ പോയിക്കണേ. മാഷാ അല്ലാഹ്, മൂന്നാമത്തെ കുട്ടിന്റെ പേര് സൂപ്പറാ, ജന്ന, അറബിയിൽ സ്വർഗം. ഞാനൊരു പ്രാവശ്യം സൗദിയിൽ വന്നിക്കണ്. ഒരു പെണ്ണിന്റെ പേര് ചോദിച്ചപ്പോ പറഞ്ഞ് ജന്നാന്ന്. ഞാൻ വിചാരിച്ച ആ പെണ്ണിന്റെ പേര് സ്വർഗം. അല്ല ഷിഫയാക്കി തരട്ട്. അല്ല ഷിഫയാക്കി തരട്ട്. എന്നാ മോള് പൊക്കട്ടെ, ഞാനങ്ങ് അടുങ്ങാറാക്കുന്നില്ല. നല്ല പേരാട്ടാ മൂന്നിൻ്റെ ജിജു. എന്നാ ഇത് പക്ക.